വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിത് പറയാൻ വന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴീനെ പറ്റിയാണ്. വഴീനെ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്തൊരു ആവശ്യത്തിനാണെങ്കിലും നമ്മളെല്ലാം നമ്മുടെ കയ്യിലൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. നമുക്കതിനുള്ളൊരു വഴിയാണ്. ഇപ്പോൾ സപ്പോസ് നമ്മളാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് ഒരു രോഗത്തിന് വേണ്ടി. ആ ഡോക്ടർ അവിടെ ഇരുത്തി ചികിത്സിച്ച് നമ്മുടെ പനി രോഗം എല്ലാം മാറ്റി തരുവാണോ? അല്ലല്ലോ. ആ ഡോക്ടർ അത് കണ്ടുപിടിച്ചിട്ട് ആ പനി മാറാനുള്ള മെഡിസിൻ ഏതാണോ അത് കണ്ടുപിടിച്ച് തരും, അല്ലേ? അപ്പോൾ അതുപോലെയാണ് ഓരോ കാര്യത്തിനും ഓരോ വരികളുണ്ട്. ഇപ്പം ഒരുപാട് മോട്ടിവേറ്ററൊക്കെ ഇപ്പോൾ വന്നിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേഷനുണ്ട്. നീ അത് ചെയ്യണം, നീ അത് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം മാറി മറിയും, നീ ഇന്ന വഴി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം മാറി മറിയും, നീ ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ടവനല്ല, നിങ്ങളുടെ ഉള്ളിൽ ഫയർ വേണം എന്നാ പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേറ്ററൊക്കെ ചെയ്യും. പക്ഷേ അത് ഒരു ദിവസത്തേക്ക് നമ്മളുടെ മനസ്സിൽ നിൽക്കത്തുള്ളൂ. അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോൾ പിന്നെയും പഴയ പോലെയാവും. പക്ഷെ ആ ഒരു വഴി അവർ പറഞ്ഞു തരുമ്പോൾ ആ ഒരു വഴി നമ്മൾ സ്വീകരിച്ചിട്ട് അതും നമ്മുടെ പ്ലാൻസുമായിട്ട് നമ്മൾ ഒത്തു നോക്കിയിട്ട് ആ വഴി പോയാൽ നമുക്ക് ശരിയാവോ തെറ്റാവോ അങ്ങനെ ഒരു പ്ലാനിങ് നമ്മൾ തയ്യാറാക്കിയിട്ട് ആ ഒരു വഴി പോവുകയാണെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും. അവർ പറയുന്നത് കേട്ടിട്ട് വെറുതെ അത് വിട്ട് കളയുകയാണെങ്കിൽ ഒരിക്കലും സക്സസ് ആവില്ല. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളുടെ വഴി ഏതുവഴി പോകണം എന്നത്. നമുക്ക് ഇഷ്ടംപോലെ വഴി കിട്ടും. ഒരുപാട് ആൾക്കാർ നമുക്ക് അഡ്വൈസ് തരുമ്പോൾ എല്ലാം വഴിയാണ് പറഞ്ഞു തരുന്നാൽ ഒന്നും തന്നെ കൈവച്ച് കൊണ്ട് തരുന്നില്ല. ആ ഒരു സൊല്യൂഷനിൽ എത്താനുള്ള വഴി അവർ പറഞ്ഞു തരും. ആ വഴി നമ്മൾ യുക്തിപരമായിട്ട് ഉപയോഗിച്ച് നമുക്ക് വേണ്ടത് എന്താണോ നമ്മൾ നേടിയെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ദൈവം അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം ഒരു ദൂതനെ അയക്കും. ഏതെങ്കിലും ആ ദൂതൻ എന്ന് പറയുന്ന ഏതെങ്കിലും മനുഷ്യനോ അല്ലെ എന്താ പറയുക ഒരു വലിയ അഡ്വൈസറോ മോട്ടിവേറ്ററോ വല്ല ആയിരിക്കും. അവർ വന്നിട്ട് നമുക്കൊരു വഴി പറഞ്ഞു തരും. ആ വഴിയിലൂടെ നമുക്ക് മൈൻഡിനൊരു ക്ലാരിറ്റി കിട്ടും. അങ്ങനെ നമ്മൾ പുതിയൊരു വഴി തിരഞ്ഞെടുക്കും. ആ വഴി നമ്മൾ വിജയകരമാവുകയും ചെയ്യും. ഇതാണ് ശരിക്കും നടക്കുന്നത്. അല്ലാതെ എല്ലാം കൊണ്ട് ദൈവം കൈവശമൊന്നും തരാൻ പോകുന്നില്ല. നമ്മൾ യുക്തിപരമായിട്ട് തീരുമാനിച്ച് നമ്മുടെ വഴി തിരഞ്ഞെടുത്ത് നമുക്ക് എന്താണോ വേണ്ടത് അത് നേടിയെടുക്കണം. സ്മൈൽ ആൻഡ് ബി കോൺഫിഡൻറ്റ്.